ഈ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിക്കകത്ത് 2020 തെരഞ്ഞെടുപ്പിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ചിഹ്നമായിട്ടുള്ള അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നം കൊടുത്ത് മത്സരിച്ച് ജയിച്ച ആളാണ് ഈ കലാരാജു. ആ ജയിച്ച ആൾ നമ്മുടെ പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമാണ്. മാത്രമല്ല പാർലമെൻ്ററി പാർട്ടിയുടെ സജീവ പ്രവർത്തിയാണ്. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അവരിപ്പോഴും പാർട്ടി മെമ്പറാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഈ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തതിന് ശേഷം കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് അവരെ കാണാനില്ല. അവരെ കാണാനില്ലാതെ നമ്മൾ അന്വേഷിച്ചു, പോലീസിലെടുത്ത് പറഞ്ഞതിന് ശേഷം അവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മുടെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ഒരു സഖാവിനെ CPM അല്ല തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് അല്ലേ. ഇപ്പോൾ നമ്മൾ കോൺഗ്രസിൻ്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരാളെ കാണാനില്ല, തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ശരി, CPMൻ്റെ തല്ലു വയ്ക്കാം. പക്ഷേ CPMൻ്റെ കൗൺസിലിൽ നിന്നാണ് CPM തട്ടിക്കൊണ്ടുപോകുന്നത്. CPMൻ്റെ ഏരിയ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട ആളാണ് ആ കൗൺസിലർ. CPMൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണോ ആ ആളാണ് വിപ്പ് കൊടുക്കുന്നത്. ആ വിപ്പ് അനുസരിക്കാൻ തയ്യാറാണ്. CPMൻ്റെ ഉയർന്ന കമ്മിറ്റിയാണ് അവർക്ക് ചിഹ്നം അനുവദിക്കുന്നത്. അങ്ങനെ ചിഹ്നം അനുവദിച്ച് ജയിച്ചു വന്ന ഒരാളെ എന്തിനാണ് CPM തട്ടിക്കൊണ്ടുപോകുന്നത്? ഒന്നത്. അന്ന് നോമിനേഷൻ കൊടുത്തതിന് ശേഷം അവർ നോമിനേഷൻ കൊടുക്കാൻ വന്നത് CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ്. നോമിനേഷൻ കൊടുത്തതിന് ശേഷം തിരിച്ചു പോയത് CPM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ്. അവിടെ വെച്ചിട്ടാണ് ഇലക്ഷൻ്റെ വർക്ക് പ്ലാൻ ചെയ്തത്. ഇവർ ഈ കൂത്താട്ടുകുളം ടൗണിലെ കൗൺസിലറാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇന്നലെ രാവിലെ അവിശ്വാസ പ്രമേയം വന്നപ്പോൾ അവിശ്വാസ പ്രമേയത്തിൻ്റെ നേരിടുന്നതിന് വേണ്ടി CPM കൗൺസിലർമാരും അതോടൊപ്പം തന്നെ മറ്റേ ചെയർപേഴ്സണും വിജയ ഉൾപ്പെടെ അവരങ്ങ് ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് കയറിപ്പോകാൻ പറ്റുന്നില്ല. അവിടെ ഒരു 1000 കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. അവർക്ക് കയറി ഇപ്പോൾ ചെയർപേഴ്സന് അകത്ത് കയറണ്ടേ? ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്തോടെ ഉണ്ട്, പക്ഷേ ചെയർപേഴ്സണിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല. അവസാനം ചെയർപേഴ്സൺ ഇങ്ങനെ മിഴുങ്ങൽ നോക്കിയപ്പോഴത്തേക്കാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ അവിടുത്തെ എം എൽ എ ഇയാൾ മാറ്റിക്കൊള്ളുന്നതാണ് ഈ അനൂപ് ജേക്കബ് അടക്കമുള്ള ആൾക്കാർ വന്നതിന് ശേഷം അവിടെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവർ വന്നിറങ്ങിയ ശേഷം എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യമുണ്ട്, വന്നിറങ്ങിയതിന് ശേഷം അവർ ഈ ചെയർപേഴ്സൻ്റെ വാഹനമാണെന്ന് ഞാൻ മനസ്സിലാക്കണം, എനിക്ക് തീർച്ചയായിട്ടും എനിക്കറിയില്ല. ആ വാഹനത്തിൽ കയറി അവർ പാർട്ടി ഓഫീസിലേക്ക് പോയി. പാർട്ടി ഓഫീസിൽ ചെന്ന് അവിടെ അവർ ഇരുന്ന് സംസാരിച്ചു. അവർക്ക് ചായ കൊടുത്തു, ഉച്ചയ്ക്ക് ഊണ് കൊടുത്തു. അവിടെയുള്ള ആൾക്കാർക്കെല്ലാം കൊടുക്കുന്ന പോലെ ഉച്ചയ്ക്ക് ഊണ് കൊടുത്തു. വൈകുന്നേരം അവർക്ക് വീണ്ടും ചായ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു? അപ്പോൾ പോലീസൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പോലീസിൻ്റെ അടുത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ആളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. അല്ല, തട്ടിക്കൊണ്ടുവന്നൊരു പരാതിയുണ്ട്. അങ്ങനെ തട്ടിക്കൊണ്ടുവന്ന പരാതി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവരുടെ മകനും മകളും ഉണ്ടല്ലോ, അവരോട് ഈ ഓഫീസിലേക്ക് വരാൻ പറ. അവരൊക്കെ ഈ പിള്ളേർ ഈ ഓഫീസിൽ ഇഷ്ടംപോലെ വന്നിട്ടുള്ളതാണ്. ഈ ഓഫീസിൽ വരാൻ പറ. അപ്പോൾ അവരെ കാണാനില്ല. ഈ അമ്മയെയും 2 മക്കളെയും തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? കോൺഗ്രസ്സാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ആളത് മാർക്സിസ്റ്റ് പാർട്ടി തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യം ഇരിക്കുന്നില്ല.